ശരിക്കും രാവിലെ അല്ല, എന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് മോർണിംഗ് പറയുക. നിങ്ങൾ രാവിലെ കാണുമെന്ന് വിചാരിച്ചാൽ മതി. ഗുഡ് മോർണിംഗ്. നിങ്ങൾ കോളേജൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോകാറുണ്ട്. നിങ്ങൾ ശരിക്കും കോളേജ് മിസ് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂറോൺ പഠിച്ചു. ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്. Neuron consists mainly of a cell body, dendrite and axon. ഇത് സെല്ല് തന്നെയാണ്. അതിൻ്റെ മെയിൻ സെല്ലിൻ്റെ അകത്തുള്ള എക്സ്റ്റൻഷൻസ് ആണ് ഈ ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ. ഈ ഡെൻഡ്രൈറ്റ്സ് carry impulses towards the cell body and axon carry impulses away from the cell body. എന്നാലും these neurons exhibit different structural forms. Based on the structural differences, there are mainly 3 types of neurons. Number 1, unipolar neuron. In unipolar neuron, there is a cell body. From the cell body, there is a single extension which divides into 2 branches. Nucleus, cell inclusions, and one acts as the dendrite and another acts as the axon. The dendrite carry impulses towards the cell body and axon carries impulses away from the cell body. From the cell body, this is the cell body. There is a single extensions which divides into 2 branches. Number 2, bipolar neuron. By എന്ന് പറയുമ്പോൾ തന്നെ from the cell body there are 2 extensions. And these 2 extensions run in opposite directions. ഷേപ്പ് ഉണ്ട്, ചളിപ്പോയി. ന്യൂറോൺ ചളിപ്പോയിട്ടുണ്ട്. ന്യൂറോണെ നമുക്കങ്ങനെ ചളിക്കണ്ട. അപ്പം നീണ്ടുപോയാ ശരി. ശരി, നിങ്ങൾ നല്ലോണം മനസ്സിലാവും. Cell body, 2 extensions running opposite direction. One acts as the dendrite, another is the axon. Opposite direction. Two extensions, single extension, 2 extensions, one dendrite, one axon. Number 3 is multipolar neuron. In multipolar neuron,
cell body, several dendrites, single neuron, single axon. And this type of neuron is called a multipolar neuron. In multipolar neuron, from the cell body, there are certain short branched extensions. They are called dendrites, and these dendrites carry impulses towards the cell body, and a single long branch that is called axon, which carries impulses away from the cell body. And hence there are three structural differences. In the case of neuron, they are unipolar, bipolar, and multipolar. Single extension divides into two, dendrite and axon. Two extensions, one acts as the ഇത് രണ്ടും ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, ഒരേപോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരെണ്ണം ഇങ്ങോട്ടാ മെസ്സേജ് വരുന്ന, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. ക്യാരീസ് ടുവേർഡ്സ് ഫ്രം ദ സെൽ ബോഡി. ഇത് ഡെൻഡ്രൈറ്റ് ആണ്, ഇത് ആക്സോൺ. റൺസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരുപാട് സിമിലർ ആയിട്ടാണ് അതിന്റെ അപ്പിയറൻസ്. ഇവിടെ മെനി ഡെൻഡ്രൈറ്റ്സ്, സിംഗിൾ ആക്സോൺ, മൾട്ടിപോളാർ ന്യൂറോൺ. ഇനി ഈ നെർവ് എന്തിനാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നമ്മുടെ ബോഡിക്കകത്ത് മുഴുവനും വലിച്ചിട്ടേക്കുന്ന ഇലക്ട്രിക് കമ്പികൾ പോലെയാണ്. അപ്പം അതിൽ കൂടെ ഇലക്ട്രിസിറ്റി, നമ്മൾ കറണ്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന പോലെ നമ്മുടെ ഇവിടെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ബ്രെയിൻ ഉടനെ മെസ്സേജ് കിട്ടുന്ന എന്തെങ്കിലും എക്സ്റ്റേണലായിട്ടോ അല്ലെങ്കിൽ ഇന്റേണലായിട്ടോ ഉള്ള മെസ്സേജസിനെ ബ്രെയിനിലോട്ട് കൊണ്ടുപോയി സെൻട്രൽ നെർവസ് സിസ്റ്റത്തോട്ട് കൊണ്ടുപോകും, തിരിച്ച് തന്നെയായിട്ട് ആക്ട് ചെയ്യാൻ വരെയുള്ള കംപ്ലീറ്റ് മെസ്സേജസ് ഈ നെർവ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാം എന്താണ് ഇമ്പൾസ്, പിന്നെ എങ്ങനെ അത് ജനറേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇമ്പൾസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ആണ്. ഇമ്പൾസ് എന്താന്ന് നോക്കാം. ഇമ്പൾസ് ഒന്നുമല്ല. ഇമ്പൾസ് ഇസ് എ മെസ്സേജ് കണ്ടക്റ്റഡ് അലോങ് എ നെർവ് ഫൈബർ. നെർവ് ഫൈബറിൽ കൂടെ പോകുന്ന ഒരു മെസ്സേജാണ്. ഇലക്ട്രിക് കമ്പി കൂടെ കറണ്ട് പോകുന്ന പോലെ, ഇലക്ട്രിക് കറണ്ട് പോകുന്ന പോലെ തന്നെ ഇവിടെ നെർവിൽ കൂടെ പോകുന്ന മെസ്സേജസിന് നമുക്ക് ഇമ്പൾസ് എന്ന് പറയാം. ദ ഇമ്പൾസസ് ആർ മെസ്സേജസ് കണ്ടക്റ്റഡ് അലോങ്. നെർവിൽ കൂടെ പോകുന്ന മെസ്സേജസിന് നമുക്ക് ഇമ്പൾസ് എന്ന് പറയാം. ഇമ്പൾസസ് ആർ മെസ്സേജസ് കണ്ടക്റ്റഡ് അലോങ് എ നെർവ് ഫൈബർ. ഈ ഒരു നെർവ് ഇങ്ങനെ പോകും. മെസ്സേജ് പോവാണ്. ഇതിന്റെ ഔട്ടർ സർഫസ്, ഇത് പ്ലാസ്മ മെംബ്രെയിനാണ്. എല്ലാ സെല്ലിന്റെയും ബൗണ്ടറി, ഔട്ടർ ബൗണ്ടറി എന്ന് പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിൻ ഒരു സെൽ മെംബ്രെയിനാണ്. This membrane is selectively permeable. And the selectively permeable, that is, it allows only selected particles to move into or out. അല്ലെ, എൻട്രൻസ് ആൻഡ് എക്സിറ്റിന് അവിടെ ഒരു സിലക്ഷൻ ഉണ്ട്. സെലക്റ്റീവ്ലി പെർമിബിൾ, ഇറ്റ് അലൗസ് ഓൺലി selected particles to move into or outside the cell. And this selective permeability is determined by the presence of certain channels. ഇപ്പം ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇതിനകത്ത് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ചില ഗേറ്റുകളുണ്ട് പിള്ളേരെ. ഈ ഗേറ്റിൽ കൂടെ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റത്തില്ല. ചില ആൾക്കാരെ മാത്രമേ ആ ഗേറ്റിൽ കൂടെ കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് the cell membrane is selectively permeable. ആ ഗേറ്റ് allows only certain specific molecules to move through these channels. These are channels. For example, there are sodium channels. Sodium channels allows only sodium ions to move through these channels. Similarly, there are potassium channels. Potassium channels, പൊട്ടാസ്യത്തിന് മാത്രമേ ആ വാതിലിൽ കൂടെ കടന്നു പോകാൻ. പൊട്ടാസ്യം channel allows only the movement of potassium ions through them. അപ്പൊ അതുകൊണ്ട് ഇതിൽ കൂടെ എല്ലാവർക്കും ഇവിടെ ഇതിന്റെ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഈ മെംബ്രെയിനിൽ കൂടെ അകത്തോട്ട് കയറാനോ അകത്തുള്ളവർക്ക് പുറത്തോട്ട് പോകാനോ പറ്റത്തില്ല. അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗേറ്റ്സോ ചാനൽസോ ഒക്കെ ഉണ്ട്. ആ ഗേറ്റ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നതും പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ചിലതാണെങ്കിൽ വോൾട്ടേജ് ഗേറ്റഡ് ആയിരിക്കും, ചിലത് ലിഗാൻ ഗേറ്റഡ് ആയിരിക്കും. അങ്ങനെ പല മാതിരി ഗേറ്റുകളുണ്ട്. എന്തായാലും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് സ്പെസിഫിക് ചാനൽസ്
the plasma membrane is selectively permeable. It allows only certain specific molecules to pass through them. അത് മനസ്സിൽ വെച്ചോണേ. ഇനി ഇമ്പൾസ് നമ്മൾ എന്താന്ന് പറയാം. ചുമ്മാ ഇരിക്കുക, ന്യൂറോൺ വെറുതെ ഇരിക്കുവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ ന്യൂറോണിനെ പറയാം റെസ്റ്റിംഗ് ന്യൂറോൺ അല്ലെങ്കിൽ നോൺ സ്റ്റിമുലേറ്റഡ് ന്യൂറോൺ. വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒന്നും തന്നെ വന്നില്ല, ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുക. ചുമ്മാതെ ഇരിക്കുന്ന ന്യൂറോണിനെ നമുക്ക് പറയാം റെസ്റ്റിംഗ് ന്യൂറോൺ. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ന്യൂറോണിനും ചാർജ് ഉണ്ട്. ഇലക്ട്രിക് കമ്പി ഇങ്ങനെ ചുമ്മാതെ നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും അതിനകത്ത് കറണ്ട് ഉള്ളതുപോലെ ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴും ആ ന്യൂറോണിന് ചാർജ് ഉണ്ട്. അതെങ്ങനെയാന്ന് പറയാം. അതിന്റെ ഔട്ടർ സൈഡ് എപ്പോഴും പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. ആൻഡ് ഇന്നർ സൈഡ് ഇത് കണ്ടോ നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. ഇത് ഇന്നർ സൈഡ് എന്ന് പറയുന്നുണ്ടല്ലോ പിള്ളേരെ, ഇത് ഞാനൊരു ആക്സോൺ ആയി വരച്ചു വെച്ചേക്കുന്നത്. ആക്സോണിന്റെ അകത്തെന്ന് പറയുമ്പോ ആക്സോപ്ലാസോ the cytoplasm inside the axon is called axoplasm. അപ്പൊ ഈ സൈഡിനകത്ത് ആക്സോപ്ലാസം വെളിയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും ആയിരിക്കും, വെളിയിലത്തുള്ള ഫ്ലൂയിഡും ആയിരിക്കും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അകത്ത് ആക്സോപ്ലാസം. ഇത് ആക്സോണിന്റെ മെംബ്രെയിൻ ആയി ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ആക്സോണിന്റെ മെംബ്രെയിൻ ആണ് ഈ വരച്ചേക്കുന്നത്. The outer surface of the membrane is being positively charged and the inside is negatively charged, and in this condition the nerve is said to be normal, normal polarized condition. Normal polarized condition, the outside is being positively charged and the inside is negatively charged, and in this condition the neuron is called a normal polarized condition, and the charge of a neuron of a normal polarized condition is called avideയുള്ള polarity or charge is called resting potential. Resting potential is the charge or the potential of a resting neuron. ഒരു resting അല്ലെങ്കിൽ ഒരു polarized resting neuronന്റെ charge or potential is called a resting potential. Resting potential, the nerve is outside positively charged and inside is being negatively charged. And ഈ ആക്സോപ്ലാസത്തിലില്ല പിള്ളേർ, ഈ ആക്സോപ്ലാസത്തിൽ ധാരാളം ആനയോൺസ് ഉണ്ട്. ആക്സോപ്ലാസം കണ്ടെയ്ൻസ് exoplasm contains negatively charged amino acids, proteins, phosphates, sulfates, etc. All these anions are negatively charged inside. ഇതിനകത്ത് ആക്സോപ്ലാസത്തിൽ എന്തൊക്കെയാ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, സൾഫേറ്റ്സ് അവരെല്ലാവരും തന്നെ കാറ്റയോൺസ് ആണ്, അവർ നെഗറ്റീവ്ലി ചാർജ് ആണ്. അതുപോലെ തന്നെ റെസ്റ്റിംഗ് കണ്ടീഷൻ ഇവർക്കൊരു ഇതുണ്ട്. Sodium ions are actively transported out. Sodium ions എപ്പോഴും തട്ടി വെളിയിൽ കളയും ഈ റെസ്റ്റിംഗ് കണ്ടീഷനിൽ. And the potassium ions are transported from outside to inside. And whenever there is an increase in the concentration of sodium ions എപ്പോഴെങ്കിലും അകത്ത് കൂടുകയാണെങ്കിൽ this excess sodium ions are expelled to outside from inside with the help of by utilizing energy, and this expulsion of excess sodium ions are called sodium pump. Sodium pump. അപ്പോൾ ഇത്രയും നമുക്ക് റെസ്റ്റിംഗ് കണ്ടീഷനിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. റെസ്റ്റിംഗ് കണ്ടീഷൻ in a non-stimulated neuron, the outside is being positively charged and inside is negatively charged. അത് എങ്ങനെ അച്ചീവ് ചെയ്തേക്കെന്ന് നോക്കാം. ഇൻസൈഡിലെ ആക്സോപ്ലാസം ആണ്. This axoplasm contains
large amount of negatively charged anions like amino acids, proteins, sulfates, phosphates, all these are negatively charged anions. Due to the presence of these negatively charged particles and also due to sodium pump. Sodium pump in a resting condition, whenever there is an increase in the concentration of sodium ions inside the cell, these excess sodium ions are expelled from inside to outside utilizing energy. And this expulsion, എനർജി യൂട്ടിലൈസ് ചെയ്യുക, അത് ഉന്തി തള്ളി അതിനെ കളയുന്നത്. വെറുതെ ഉള്ള പാസീവ് മൂവ്മെന്റ് അല്ല. പാസീവ് മൂവ്മെന്റ് ആണെങ്കിൽ എനർജി വേണ്ട, വെറുതെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അതേസമയം ഇവിടെ അങ്ങനെയല്ല, അതിനെ തട്ടിക്കളയുക, വെളിയിലോട്ട് തട്ടിക്കളയുക. അങ്ങനെ തട്ടണമെങ്കിൽ എനർജി വേണം. ആൻഡ് ദിസ് എക്സ്പെൽഷൻ യൂട്ടിലൈസിങ് എനർജി ഈസ് കോൾഡ് sodium pump. അപ്പൊ sodium pumpും with the help of sodium pump and also due to the presence of large amount of negatively charged particles in the exoplasm, the inside of the membrane is being negatively charged and the outside is positively charged. And this charge difference, like this polarity or potential of the normal like resting polarized neuron is called a resting potential. Resting potential ഉള്ള ചാർജ് across the membrane is called a resting potential. Resting neuronന്റെ ചാർജ് തന്നെയാണ് പറയുന്നത് resting potential. And this resting potential the sodium ions are expelled outside എന്ന് പറഞ്ഞു. And the sodium ions are actively transported from inside to outside. Actively എന്ന് പറയുമ്പോൾ this is an active transport. Active transport എന്ന് പറയാൻ നേരത്ത് എനർജി യൂട്ടിലൈസേഷൻ ആണ്. ഇവിടെ ഈ സോഡിയം നേരത്തെ ഞാൻ പറഞ്ഞു സെലക്റ്റീവ് പെർമിയബിലിറ്റി is determined by the presence of certain channels, gates എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മെംബ്രെയിൻ നിങ്ങൾ നോക്കിക്കുക, മെംബ്രെയിൻ ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഒന്നും കൂടെ എൻലാർജ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു മെംബ്രെയിൻ എൻലാർജ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിനകത്താണ് ഗേറ്റുകളുള്ളത്. ഈ മെംബ്രെയിനിൽ ഗേറ്റുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഗേറ്റ്, ആ ഗേറ്റ് ചിലപ്പോൾ ഇത് സോഡിയം ചാനലായിരിക്കും അല്ലെങ്കിൽ പൊട്ടാസ്യം ചാനലായിരിക്കും. അപ്പൊ ഇതിപ്പോ സോഡിയം ചാനലാണെങ്കിൽ സോഡിയത്തിനെ മാത്രം കയറാനായിട്ട് അനുവദിക്കും, സോഡിയം മാത്രം പോയാൽ മതി എന്ന് പറയും ഇവര്. ഇത് പൊട്ടാസ്യം ആണെങ്കിൽ ഇതിനകത്ത് കൂടെ പൊട്ടാസ്യം മാത്രം ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകാൻ പറ്റും. There are certain other all these gates, ഇവര് ഈ പ്ലാസ്മ മെംബ്രെയിൻ is formed of phospholipids and proteins. ഫോസ്ഫോലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത്. അതിനകത്ത് പ്രോട്ടീൻസ് ആണ് ഈ ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഗേറ്റ്സും ചാനൽസും ഒക്കെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്, മെംബ്രെയിനിലുള്ള പ്രോട്ടീനാണ് ഇവരെ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ആൾക്കാരെ അകത്തോട്ട് ഗേറ്റിനും വെളിലോട്ട് വിടുകയും ചെയ്യുന്നത്. ഇവിടെ ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലില് സോഡിയത്തിന് സോഡിയത്തിനെ വെളിലോട്ട് എക്സ്പെൽ ചെയ്യുന്നത് sodium pump is enabled with the help of a specialized gate or channel, and that gate is called sodium potassium ATPase. Sodium potassium ATPase. The sodium potassium ATPase എന്ന് പറയുന്നതും it is also a transmembrane protein. Sodium potassium ATPase is a transmembrane protein. ഇത് ഒരു പ്രോട്ടീൻ ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടെയാണ് അയോൺസ് ഓർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോകുന്നത്. And the sodium potassium ATPase is a transmembrane protein. ഇതൊരു transmembrane protein ആണ്. മെംബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്ന പ്രോട്ടീൻ ആണ്, transmembrane protein, and it helps in the movement of
sodium and potassium. Two-way transport ആണ്. Sodium outside and potassium inside. And this transport mechanism requires ATP. That is, it is an energy requiring transport mechanism. Here, this transmembrane protein also act as an ASC എന്ന് പറഞ്ഞാൽ ഒരു enzyme ആണ്. ASC എന്ന് പറഞ്ഞാൽ അതൊരു enzyme ആണ്. ഇതൊരു പ്രോട്ടീൻ ആണ്. At the same time, it acts as an enzyme. All enzymes are proteins. ഇവിടെ ഈ പ്രോട്ടീൻ ഒരു enzyme ആയിട്ട് ആക്ട് ചെയ്യുന്നു. It is essential for this enzyme is essential for the hydrolysis of ATP. And the hydrolysis of one ATP molecule provides the energy for the linked transport of 3 sodium ions outside. 3 sodium ions outside, at the same time 2 potassium ions inside. 2 പേരെ വെളിയിലോട്ട് 3 പേരെ വെളിയിലോട്ട് തട്ടിയപ്പോൾ 2 പേരെ അകത്തോട്ട് കയറിയുള്ളൂ. 2 പേരും പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസ് ആണ്. സോഡിയം ആയാലും പൊട്ടാസ്യം ആയാലും പോസിറ്റീവ്ലി ചാർജ് ആണ്. പക്ഷെ 3 പേരെ കൊടുത്തപ്പോൾ 2 പേരെ അകത്തോട്ട് വന്നുള്ളൂ. ഹിയർ ദ ട്രാൻസ്പോർട്ട് റേഷ്യോ ഈസ് 3:2. As a result, here the transport ratio is 3:2 ആയതുകൊണ്ട് it is an electrogenic transport. It leads to the creation of charges across the membrane. 3 പേര് വെളിയിൽ നിൽക്കുക പോസിറ്റീവ്ലി ചാർജ്. അപ്പൊ ഔട്ട്സൈഡ് പോസിറ്റീവ്ലി ചാർജ് ആകും, ഇൻസൈഡ് നെഗറ്റീവ്ലി ചാർജ് ആകും. ദിസ് ഈസ് സോഡിയം പമ്പാണ്. എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് സോഡിയത്തിനെ തട്ടി ആ വാതിലിൽ കൂടെ തന്നെ 2 പൊട്ടാസ്യം അകത്തോട്ട് കയറി. എന്നാലും കൂടുതൽ പോസിറ്റീവ് വെളിയിൽ പോയത് കാരണം ദ ഔട്ട്സൈഡ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഇൻസൈഡ് ഇസ് നെഗറ്റീവ്ലി ചാർജ്. ഇതെല്ലാം കൊണ്ടാണ് റെസ്റ്റിംഗ് കണ്ടീഷനിൽ ദ ഔട്ട്സൈഡ് ഇസ് ബീങ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഇൻസൈഡ് ഇസ് നെഗറ്റീവ്ലി ചാർജ്. ആൻഡ് ദിസ് ഈസ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് കണ്ടീഷനിൽ ന്യൂറോണിന് ഔട്ട്സൈഡ് പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവും ആണ്. ഇതാണ്. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കണമെങ്കിൽ ഇവർക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ കുറച്ച് എനർജി വേണം. ചിലർ പറയുക പട്ടിണി കിടക്കണമെങ്കിലും 10,000 രൂപ വേണം. ഓരോ ആളെന്നോട് പറയാം, അയ്യോ ടീച്ചറെ പട്ടിണി കിടക്കണമെങ്കിൽ 10,000 രൂപ വേണം. ഞാൻ ചോദിച്ചു, അയ്യോ അതെന്തിനാ പട്ടിണി കിടക്കണമെങ്കിൽ? ഫോൺ ചാർജ് ചെയ്യണം, അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ ഈ ന്യൂറോൺ ഉണ്ടല്ലോ, അവിടെ ഇമ്പൾസ് ഒന്നും വന്നുമില്ല, ഒന്നും ട്രാൻസ്മിഷൻ ഒന്നും നടന്നിട്ടില്ല. അവർക്ക് ചുമ്മാതിരിക്കണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. ചുമ്മാതിരിക്കണമെങ്കിൽ ഇവർക്ക് എനർജി കൊടുത്തിട്ട് ഈ എക്സസ് സോഡിയം അയോൺസിനെ വെളിയിലോട്ട് തട്ടി വെളിയിൽ പോസിറ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ നല്ല, അല്ലെങ്കിൽ ഇങ്ങനെ എനർജി ഒന്നുമില്ല, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഇരിക്കുന്ന ന്യൂറോൺ. അപ്പൊ ന്യൂറോൺ എപ്പോഴും നല്ല ഇപ്പം സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടത്തിന് കൊണ്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ എപ്പോഴും ചാർജ് ഉണ്ട്. അവർക്ക് വെറുതെ ചാർജ് ഇല്ലാതിരിക്കുമല്ല, ചത്തിരിക്കുമല്ല. ആ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി, റെസ്റ്റിംഗ് കണ്ടീഷനിലും ഇവിടെ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ കണ്ടീഷനിൽ ഇരിക്കുന്നത്. ഔട്ട്സൈഡ് പോസിറ്റീവ്ലി ചാർജും ഇൻസൈഡ് നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് വെറുതെ കൊടുത്തതല്ല, നമ്മൾ എനർജിയൊക്കെ കൊടുത്ത് ഇവിടെ എക്സസ് ആയിട്ടുള്ള സോഡിയം അയോൺസിനെ പുറത്തോട്ട് തട്ടി ആ വാതിലിൽ കൂടെ പൊട്ടാസ്യം അകത്തോട്ട് കയറിയെങ്കിലും 3 പേരെ വെള്ളോട്ട് തട്ടിയപ്പോൾ 2 പേരെ അകത്തോട്ട് വന്നുള്ളൂ. അതുകൊണ്ട് ഔട്ട്സൈഡിൽ പോസിറ്റീവ് ചാർജ് കൂടുതലായി. അത് കൂടാതെ ഇൻസൈഡ് ആക്സോപ്ലാസത്തിൽ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആനയോൺസ് ധാരാളമായിട്ടുണ്ട്. അതെല്ലാം കൂടെയാണ് ഇന്നർ സൈഡ് എപ്പോഴും നെഗറ്റീവ്ലി ചാർജ് ആയിട്ടും ഔട്ടർ സൈഡ് പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് ഇരിക്കണം. അതിന് ഒരു വ്യത്യാസവും വരരുത്. അതുകൊണ്ടാണ് ഇവിടുന്ന് എക്സസ് ആയിട്ടുള്ള സോഡിയം അയോൺസിനെ തട്ടുക എന്ന് വെച്ചിട്ട് പമ്പിംഗ് മെക്കാനിസം ആണ്, റിക്വയറിംഗ് എനർജി ആണ്, ആൻഡ് ഇറ്റ് ഇസ് an active transport ആണ്. This expulsion of excess sodium ions from the cell, from the inside, from the cell to outside, from interior and outside lote expulsion from the cell is called a sodium pump. The excess sodium ions are expelled from the cell utilizing energy, and here the energy source is ATP ആണ്. And the hydrolysis of one ATP molecule provides the
linked transport provides the energy for the linked transport of 3 sodium ions outside and 2 potassium ions inside. And this is sodium pump. അപ്പോൾ സോഡിയം പമ്പിൻ്റെയും ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാം പ്രസൻസ് കൊണ്ട് ആ ഇന്നർ സൈഡ് എപ്പോഴും നെഗറ്റീവ്ലി ചാർജും ഔട്ട് സൈഡ് പോസിറ്റീവ്ലി ചാർജും ആയിരിക്കും റെസ്റ്റിംഗ് കണ്ടീഷനിൽ. ആൻഡ് ആ കണ്ടീഷനെ പറയുന്നത് നോർമൽ പോളറൈസ്ഡ് കണ്ടീഷൻ എന്നാണ്. ആ കണ്ടീഷനിലുള്ള ചാർജിനെയാണ് പറയുന്നത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. In a resting neuron or non-stimulated neuron, ഇത് ആക്സോൺ ആണ് കേട്ടോ പിള്ളേരെ, ആക്സോൺ വരയ്ക്കുക. In a resting neuron or a non-stimulated neuron, the outside is positively charged and the inside negatively charged. When the nerve is stimulated, stimulus when the nerve is stimulated, at the point of stimulation, the membrane becomes more permeable to sodium ions. Sodium channels എല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് തുറന്നു കൊടുക്കും. At the point of stimulus, the membrane becomes more permeable to sodium ions. As a result, the sodium channels open and the sodium ions flow into the cell. There is a sudden inflow of sodium ions. As a result, the inside becomes positively charged. At the point of stimulus, the inside becomes positively charged and the outside becomes negatively charged. That is a sudden reversal of charges across the membrane. Outside negatively charged and the inside becomes positively charged. And this sudden reversal of charges across the membrane is called the action potential. At the point of stimulation, the outer side becomes the sodium channels open. As a result, there is a sudden inflow of sodium ions into the axon. As a result, the sodium ions inside becomes positively charged and the outside becomes negatively charged. That is a sudden reversal of charges across the membrane. And at this time, this part is called depolarized. And this is the polarized. Polarized neuron, stimulus kitti. At the point of stimulus, there is a sudden reversal of charges across the membrane, and the neuron at that point is called a depolarized neuron, and the charges of a depolarized neuron is called action potential. That is the reversal of charges across the membrane. Sudden reversal, and this is called depolarization. And then polarized normal condition, like resting condition, charge reverse. That is called a depolarized condition. Charge is called action potential, or the polarity is called action potential. Immediately, ഇത് ഇങ്ങനെ നിൽക്കുന്നില്ല, പെട്ടെന്ന് മൂവ് ചെയ്യുക ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള ആ ഒരു കണ്ടീഷൻ ഇസ് കോൾഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ദ നെർവ് ഇസ് കോൾഡ് ഡീപോളറൈസ്ഡ് കണ്ടീഷൻ.
In a depolarized neuron, the positive charges in the axoplasm of a depolarized part move to the polarized part. Propagation. The positive charges present in the depolarized part diffuses through the axoplasm to the this part is called normal. This is the polarized part. ഇത് പോളറൈസ്ഡ് ആണ്. ഈ ഡീപോളറൈസ്ഡ് ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള the positive charges from the depolarized part move to the polarized part. Similarly or simultaneously the positive charges മാത്രമേ ഇവിടെ മൂവ് ചെയ്യുന്നുള്ളൂ ഓർത്തോണേ. The positive charges present in the polarized part in the extracellular fluid diffuses from the polarized to the ഇവിടെ ഇങ്ങോട്ട്. നോക്കിക്കോണേ, this part is the depolarized part. ഈ depolarized part നിന്ന് positive charges diffuses through the axoplasm to the polarized part. ഇവിടുന്ന് polarized partലെ positive charges diffuses through the extracellular fluid to the depolarized part. As a result, the action potential move to the adjacent part. Adjacent part എന്ന് പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് തന്നെ ഈ പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവര് നെഗറ്റീവ് ആയി പോയി, ഇവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ പോസിറ്റീവ് ആയി. As a result, the action potential move to the adjacent area. ഈ തൊട്ടടുത്ത സ്ഥലത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടി. That is the action potential is a sudden reversal of charges across the membrane is called action potential. ആ ചാർജ് അങ്ങ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ that is called action potential, and hence the action potential move from this area to the next area. ആ ഏരിയയിൽ ഉടനെ ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിമുലസ് അത് ആ മെസ്സേജ് തൊട്ടപ്പുറത്തോട്ട് കൊടുത്തു. That is the propagation. And immediately after depolarization, ഇവിടെ ഈ ഡീപോളറൈസ്ഡ് പാർട്ടില് ഡീപോളറൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡീപോളറൈസേഷൻ ഈ പാർട്ടിലുള്ള ഡീപോളറൈസ്ഡില് സോഡിയം ചാനൽ ക്ലോസസ്. ആ സോഡിയം ചാനൽ അങ്ങ് അടഞ്ഞു പോകും. ഇവിടെ സോഡിയം ചാനൽ തുറന്നുകൊണ്ടാണ് സോഡിയം എല്ലാം കൂടെ ഓടി അകത്ത് കയറിയത്. സോഡിയം ഓടി അകത്ത് കയറിയത് കാരണം അകത്ത് ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഡീപോളറൈസ്ഡ് ആയി. പക്ഷെ ഡീപോളറൈസ്ഡ് ആയ അപ്പൊ ഉടനെ തന്നെ ഗേറ്റ് അങ്ങ് അടയ്ക്കും. അപ്പൊ സോഡിയം അയൺസ് അകത്ത് അങ്ങ് ട്രാപ്പ് ആയി പോകും. പക്ഷെ അറ്റ് ദ സെയിം ടൈം പൊട്ടാസ്യം ചാനൽ ഓപ്പൺസ് ആൻഡ് ദ പൊട്ടാസ്യം അയോൺസ് റഷസ് ഔട്ട്. ദ പൊട്ടാസ്യം അയോൺസ് എല്ലാം കൂടെ മൂവ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. പൊട്ടാസ്യം എല്ലാം കൂടി വെളിയിൽ പോകും, സോഡിയം അയോൺസിനെ അകത്ത് ട്രാപ്പ് ചെയ്തിട്ട്. ഇമ്മീഡിയറ്റ്ലി ദ സോഡിയം പമ്പ് ഓപ്പറേറ്റ്സ്. സോഡിയം പമ്പ് പെട്ടെന്ന് അങ്ങ് ഓപ്പറേറ്റ് ചെയ്യും. സോഡിയം പമ്പ് എന്താ? The excess sodium ions are expelled from the cell to outside and this utilizing energy. അപ്പോൾ പെട്ടെന്ന് തന്നെ സോഡിയം പമ്പ് അങ്ങ് ഓപ്പറേറ്റ് ചെയ്യുകയും എക്സസ് ആയിട്ടുള്ള സോഡിയം അയോൺസിനെ എക്സ്പെൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഔട്ട്സൈഡ് ബിക്കംസ് നോർമൽ കണ്ടീഷനിലോട്ട് ആവുന്നത്. മെംബ്രെയിൻ റിട്ടേൺസ് ടു ദ ഒറിജിനൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഇവിടെ ഈ ഡീപോളറൈസ്ഡ് ദാറ്റ് ഈസ് കോൾഡ് റീപോളറൈസേഷൻ. റീപോളറൈസേഷൻ എങ്ങനെയാ പിള്ളേരെ? റീപോളറൈസേഷനിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡീപോളറൈസേഷൻ at this point the sodium channel closes and the potassium channels open and the potassium ions move from inside to outside. പൊട്ടാസ്യം അയോൺസ് ഇവിടുന്ന് വെളിയിലോട്ട് പോവുകയും സോഡിയം അയോൺസ് ഇതിനകത്ത് ട്രാപ്പ് ആകുകയും ചെയ്യുന്നു. ഇമ്മീഡിയറ്റ്ലി ദ സോഡിയം പമ്പ് ഓപ്പറേറ്റ്സ് ആൻഡ് ദ എക്സസ് സോഡിയം അയോൺസ് which are trapped inside the cell are expelled utilizing energy. That is the sodium pump. Sodium pump പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ എക്സസ് ആയിട്ടുള്ള സോഡിയം അയോൺസിനെ തട്ടുന്നു. ആ ഇൻസൈഡ് പെട്ടെന്ന് തന്നെ ഇൻസൈഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഔട്ട്സൈഡ് ഇസ് പോസിറ്റീവ്ലി ചാർജ്. ഔട്ട്സൈഡ് പോസിറ്റീവ്ലി ചാർജ് ആവും. and that is the membrane returns to the original
കണ്ടീഷൻ, ഒറിജിനൽ കണ്ടീഷൻ. പിന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ഹൈപ്പർ പോളറൈസ്ഡ് കണ്ടീഷൻ. ഹൈപ്പർ പോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഡീപോളറൈസേഷൻ കഴിഞ്ഞിട്ട് സോഡിയം ചാനൽ അടയുകയും പൊട്ടാസ്യം ചാനൽ തുറക്കുകയും ചെയ്യുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് സോഡിയം ചാനൽ അടയുന്നു, പൊട്ടാസ്യം ചാനൽ തുറക്കുന്നു, പൊട്ടാസ്യം ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിൽ നിന്ന് പൊട്ടാസ്യത്തിനെ വെളിയിലോട്ട് തട്ടുന്നു. അപ്പോൾ ഈ മെംബ്രെയിൻ ഇസ് മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺസ് ദാൻ സോഡിയം അയോൺസ്. പൊട്ടാസ്യം അയോൺസിനെയാണ് കൂടുതലായിട്ട് കയറ്റി ഇറക്കി വിടുന്നത്. അപ്പോൾ the membrane is more permeable to potassium ions than sodium ions. As a result, when the potassium channels open, more number of potassium ions move from ഇന്റീരിയർ ടു എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയറിലോട്ട് ധാരാളം പൊട്ടാസ്യം അയോൺസ് മൂവ് ചെയ്യുന്നു ദാൻ സോഡിയം അയോൺസ്. സോഡിയം അയോൺസ് അകത്ത് കയറിയതിനെക്കാട്ടി കൂടുതൽ പൊട്ടാസ്യം അയോൺസ് വെളിയിൽ പോകുന്നതുകൊണ്ട് the outer surface of the membrane becomes more positive and the inner side becomes more negative, and this condition is called a hyperpolarized condition. ഹൈപ്പർ പോളറൈസ്ഡ് കണ്ടീഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് സോഡിയം പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ള സോഡിയത്തിനെയൊക്കെ വെളിയിലോട്ട് ഓടിക്കുന്നു ആൻഡ് ദ മെംബ്രെയിൻ ബിക്കംസ് പോളറൈസ്ഡ്, ഒറിജിനൽ പോളറൈസ്ഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് കോൾഡ് റെസ്റ്റിംഗ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നു. ആൻഡ് ദ ഒറിജിനൽ കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് കോൾഡ് റീപോളറൈസേഷൻ. അപ്പോൾ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പറയേണ്ടത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. എന്താ ഇമ്പൾസ് എന്ന് പറയുന്നത്? ഇമ്പൾസ് ഇസ് എ മെസ്സേജ് കണ്ടക്റ്റഡ് അലോങ് എ നെർവ് ഫൈബർ. ആൻഡ് അതിന് 3 സ്റ്റേജസ് ആയിട്ട് നിങ്ങൾ പറയണം. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റീപോളറൈസേഷൻ. അല്ല, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇത് ആക്ഷൻ പൊട്ടൻഷ്യൽ കഴിഞ്ഞ് പിന്നെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലോട്ട് വരുന്നതിനെയാണ് പറയുന്നത് റീപോളറൈസേഷൻ. അപ്പൊ ആദ്യത്തെ റെസ്റ്റിംഗ് കണ്ടീഷനിലുള്ള ന്യൂറോണിനെ നമുക്ക് പോളറൈസ്ഡ് ന്യൂറോൺ എന്ന് പറയാം. റെസ്റ്റിംഗ് കണ്ടീഷൻ പോളറൈസ്ഡ് ന്യൂറോണിൽ എപ്പോഴും തന്നെ ഔട്ട്സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ദ ഇൻസൈഡ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ആൻഡ് ദിസ് ഇസ് അച്ചീവ്ഡ് ബൈ മെനി മെക്കാനിസംസ്. Number 1 is sodium pump, and then number 2 is due to the presence of many negatively charged particles like proteins, sulfates and phosphates, etc. അത് അവരുടെയൊക്കെ പ്രസൻസ് കൊണ്ടും സോഡിയം പമ്പ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടും ദ ഔട്ടർ സൈഡ് ഈസ് ബീങ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ദ ഇന്നർ സൈഡ് സർഫസ് is negatively charged, and this condition is called a polarized condition. അത് റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് എ റെസ്റ്റിംഗ് ന്യൂറോൺ ഇസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ദ മെംബ്രെയിൻ ഇസ് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അവരുടെ സെലക്റ്റീവ് പെർമിയബിലിറ്റി ഇസ് അറ്റൈൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് സ്പെസിഫിക് ചാനൽസ്, ഗേറ്റ്സ് ഒക്കെ ഉണ്ട്. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ കഴിഞ്ഞ് അത് കഴിയാൻ നേരത്ത് അവസാനം ഈ മെസ്സേജ് വന്നു കഴിഞ്ഞു, സ്റ്റിമുലസ് വന്നു കഴിഞ്ഞു. When a nerve is stimulated at the point of stimulus, ആ stimulus വന്ന സ്ഥലത്ത് the membrane becomes more permeable to sodium ions. The sodium channels open. As a result, sodium ions rushes into the cell. As a result, the inner surface of the membrane becomes positively charged and the outer surface becomes negatively charged. And this sudden reversal of charges across the membrane when a nerve is stimulated is called action potential. In an action potential, the nerve is said to be, the condition of a nerve is said to be depolarized condition. Resting condition, polarized, stimulated condition, depolarized condition, reversal of charges ആയിരിക്കും. അത്രയും സ്ഥലത്ത് outer surface നെഗറ്റീവ് ആവും, ഇന്നർ പോസിറ്റീവ് ആവും. സോഡിയം അകത്തോട്ടെല്ലാം കൂടെ ഓടി കയറിയത് കൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള സോഡിയം അയോൺസ് ഇവിടെ ആക്സോപ്ലാസ് കേട്ടോ പിള്ളേരെ, ഈ ആക്സോപ്ലാസ് ഇങ്ങനെ ഇരിക്കത്തില്ല. ഇതിനകത്തുള്ള ഈ പോസിറ്റീവ് ചാർജസ് പെട്ടെന്ന് ഇങ്ങോട്ട് അങ്ങ് മൂവ് ചെയ്യും, ഡിഫ്യൂസസ്. ദിസ് പാർട്ട് ഈസ് കോൾഡ് ഡീപോളറൈസ്ഡ് പാർട്ട്. ദ പോസിറ്റീവ് ചാർജസ് പ്രസന്റ് ഇൻ ദ ഡീപോളറൈസ്ഡ് പാർട്ട് ഡിഫ്യൂസസ് ത്രൂ ദ ആക്സോപ്ലാസം ടു ദ പോളറൈസ്ഡ് പാർട്ട്. ഇവിടെ പോളറൈസ്ഡിലുള്ള ഈ പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. സൈമൾട്ടേനിയസ്ലി ദ പോസിറ്റീവ് ചാർജസ് പ്രസന്റ് ഇൻ ദ അഡ്ജസന്റ് പോളറൈസ്ഡ് പാർട്ട് മൂവ് ടു ദ depolarized part. As a result, the action potential migrates to the adjacent part. And the action potential is the stimulus.
ആ മെസ്സേജ് ആണ്. ആ മെസ്സേജ് മൂവ് ടു ദ അഡ്ജസന്റ് പാർട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അപ്പുറത്തോട്ട് കിട്ടും. അവർക്ക് ആ മെസ്സേജ് ഇങ്ങോട്ട് കൊടുക്കണം. പോസിറ്റീവ് ചാർജസിന്റെ ഡിഫ്യൂഷൻ കാരണം ആക്ഷൻ പൊട്ടൻഷ്യൽ മൂവ് ടു ദ അഡ്ജസന്റ് പാർട്ട്. ഇവിടെ ആ ഡീപോളറൈസ്ഡ് പാർട്ടില് ഡീപോളറൈസേഷൻ വന്ന ഉടനെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡീപോളറൈസേഷൻ സോഡിയം ചാനൽ ക്ലോസസ്. അതായത് സോഡിയം ചാനൽ ക്ലോസ് ചെയ്യുമ്പം simultaneously potassium channels open. As a result, the membrane is more permeable to potassium ions. As a result, the outer surface becomes more positive and inner surface becomes more negative. And this condition is called a hyperpolarized condition. More number of positive ions വെളിയിലോട്ട് പോയി. ആവശ്യത്തിലും കൂടുതൽ പോസിറ്റീവ് അകത്തോട്ട് പോയി, വെളിയിലോട്ട് പോയി. അപ്പൊ ഇന്നർ സർഫസ് ആവശ്യത്തിനേക്കാട്ടി കൂടുതൽ നെഗറ്റീവായി. The inner surface becomes more negative, outer becomes more positive, and this condition is called a hyperpolarized condition. And this hyperpolarized condition that part from the hyperpolarized condition, the membrane returns to the original resting condition by operating sodium pump. The excess ions are expelled from inner surface to the outer surface to outside, utilizing energy. That is ഒരു ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ കൊണ്ടാണ് സോഡിയം പൊട്ടാസ്യം ATPase യൂട്ടിലൈസിങ് എനർജി എക്സസ് സോഡിയം അയോൺസിനെ എക്സ്പെൽ ചെയ്യുന്നു. ആ വഴി കൂടെ തന്നെ, ആ ഗേറ്റിൽ കൂടെ തന്നെ വെളിയിൽ പോയ പൊട്ടാസ്യത്തിനെ അകത്തോട്ട് വിളിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് മെംബ്രെയിൻ ബിക്കംസ് returns to the original resting അല്ലെങ്കിൽ polarized condition, and that third phase is called repolarization. മനസ്സിലായ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ. മെയിൻ ആയിട്ട് റെസ്റ്റിംഗ് കണ്ടീഷനിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ അടുത്തുള്ളോട്ട് പോകുന്ന ഡിഫ്യൂഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ് വെച്ചിട്ടാണ്. പോസിറ്റീവ് ചാർജസ് ഇപ്പുറത്തുനിന്നുള്ളത് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഇവിടെ കിട്ടിയ മെസ്സേജ് തൊട്ടടുത്തോട്ട് പോകും. പക്ഷെ ആ ഡീപോളറൈസ്ഡ് കണ്ടീഷനിൽ ഉടൻ തന്നെ സോഡിയം ചാനൽ അങ്ങ് അടയും, പൊട്ടാസ്യം ചാനൽസ് തുറക്കും, പൊട്ടാസ്യത്തിനെ വെളിവിടും, സോഡിയം അവിടെ തന്നെ അങ്ങ് ട്രാപ്ഡ് ആയി പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ സോഡിയം പമ്പ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ എക്സസ് ആയിട്ടുള്ളവരെ വെളിയിൽ തട്ടി ഒറിജിനൽ കണ്ടീഷനിൽ റെസ്റ്റിംഗ് കണ്ടീഷനിലോട്ട് വരികയാണ്. അപ്പം മറ്റവരിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യും. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് കണ്ട് അതങ്ങോട്ട് മെസ്സേജ് അവിടെ ചെന്ന് കഴിഞ്ഞു. എവിടെയാണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ്, എവിടെയാണോ ചെന്ന് കഴിഞ്ഞു.